വേലകളുടെ വേലയായ നെന്മാറ വല്ലങ്ങി വേലയുടെ ഐതിഹ്യ കഥ അറിയാമോ? നെന്മാറയിലെ നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിലെ ഭഗവതി സാധാരണ കുടയിലൂടെയാണ് ഭൂമിയിലേക്ക് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. പണ്ട് കാലങ്ങളിൽ നെന്മാറയെ ദുഷ്ടശക്തികൾ ഉപദ്രവിച്ചിരുന്നു. സന്ധ്യാസമയങ്ങളിലാണ് ഇവർ പാടങ്ങളിൽ ഇറങ്ങി ഇവരുടെ വിളകളും മറ്റു കൃഷി സാധനങ്ങളും നശിപ്പിക്കാൻ തുടങ്ങി. മനുഷ്യർക്ക് ഇവരുടെ ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സമയങ്ങളിൽ കർഷകർക്ക് അവരുടെ ജോലി ചെയ്യാൻ സാധിച്ചിരുന്നില്ല. സ്വർഗത്തിൽ നിന്ന് ഇതൊക്കെ കണ്ട ഭഗവതി നാടിനെ രക്ഷിക്കാൻ തീരുമാനിച്ചു. തന്റെ ഭക്തനായിരുന്നു കുടകര മുപ്പിൽ നായരെ ഇതിനായി തിരഞ്ഞെടുത്തു. ഇദ്ദേഹം വനത്തിൽ നിന്ന് വരുന്ന വഴി വിശ്രമിക്കാൻ ഒരു കുളത്തിനടുത്ത് ഇരുന്നു. ഇദ്ദേഹത്തിന്റെ കുടക്കരയിൽ വെച്ച് അടുത്തുള്ള കുളത്തിൽ കുളിക്കാൻ ഇറങ്ങി. കുളി കഴിഞ്ഞ് ഇദ്ദേഹം കുട പൊക്കാൻ ശ്രമിച്ചപ്പോൾ അത് പൊക്കാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹത്തിന്റെ കുടയിലേക്ക് ഭഗവതി ദിവ്യശക്തി പകർന്നു. കുട സംരക്ഷണത്തിന്റെയും ദൈവിക ആശ്രയത്തിന്റെയും പ്രതീകമായാണ് അമ്മ അതിനെ തിരഞ്ഞെടുത്തത്. മുപ്പിൽ നായർ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ കുട സ്ഥാപിച്ച സ്ഥലത്തിൽ നിന്ന് മാറ്റാനാകാതെ വന്നു. ആ സ്ഥലം ശ്രീ മൂലസ്ഥാനമായി മാറി. പിന്നീട് ഭഗവതി നെല്ലിക്കുലങ്ങരയിലേക്ക് മാറാൻ ആജ്ഞാപിച്ചു. ഇങ്ങനെയാണ് നെല്ലിക്കുലങ്കര ഭഗവതി ക്ഷേത്രമുണ്ടായത്. എന്നും നടക്കുന്ന കുടുമാറ്റ ചടങ്ങ് ആ പ്രഥമ അവതാരത്തിന്റെ ഓർമ്മയാണ്. നിങ്ങൾക്കറിയാത്ത ഇതുപോലത്തെ മഹത്തായ അറിവുകൾക്ക് ധർമ്മപാത പിന്തുടരുക.